ഗായ്സ് ഇന്ന് നമ്മുടെ ബൈസെപ്സ് ഡേ ആണ്. അപ്പം നമുക്ക് ലേറ്റ് ആകാതെ നേരെ ജിമ്മിൽ കൂടാം. ലെറ്റ്സ് ഗോ. ഇന്ന് ഞാൻ ബൈസെപ്സിൽ മാത്രമല്ല അടിക്കുന്നത്, ഫോർ ആംസ് കൂടെ അടിക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യും, നാളെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം രണ്ടും കൂടി ലെങ്ത് ആക്കണ്ട, 1/1 ആയിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ട്. അങ്ങനെ നോർമലി നമ്മൾ വേഗം ജിമ്മിലേക്ക് വിട്ട് ഇന്നെന്തായാലും ബൈസ് അടിച്ച് പമ്പാക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പോയത്. ബട്ട് ട്വിസ്റ്റ് ഇട്ടാ, ഞാൻ അന്നൊക്കെ ബൈസ് പമ്പാക്കണം എന്ന് വിചാരിച്ച് പോയോ അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ഉണ്ടാവും. അതേ സെയിം തിങ് ഇന്ന് നടന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മളെന്ത് ചെയ്യുക, ഫസ്റ്റ് വാമപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫസ്റ്റ് പുഷപ്പും പിന്നെ 5-6 പുള്ളപ്പും കാര്യങ്ങളും അടിച്ച് ജസ്റ്റ് കുറച്ച് നേരം വാക്ക് ചെയ്ത് അങ്ങനെ നമ്മളെന്ത് ചെയ്തു, ഫസ്റ്റ് വർക്കൗട്ട് കയറി. ഇതിൽ ഫസ്റ്റ് നമ്മൾ 20 kg, പിന്നെ സെക്കൻഡ് തേർഡിൽ നമ്മൾ 25 അടിക്കാൻ വെച്ച്. അത് അടിക്കുമ്പോൾ ഞാൻ തളർന്നിക്കണ്. എന്താണാവോ എന്നൊക്കെ ബൈസ് അടിക്കാൻ പോകുമ്പോൾ നല്ല മൈൻഡ് സെറ്റിൽ പോകും. എന്നാലോ അതിന് കയറി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഫ്ലോപ്പാവും. അങ്ങനെ വീണ്ടും മൈൻഡൊക്കെ സെറ്റാക്കി അടി തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് സെറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ, ബാക്കി സെക്കൻഡ് സെറ്റും തേർഡ് സെറ്റിലും നോക്കിക്കോ. ആ സെക്കൻഡ് സെറ്റും തേർഡ് സെറ്റും അത്യാവശ്യം ഇൻറ്റൻസ് ആയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മളെ തേർഡ് സെറ്റാണ്. സെക്കൻഡ് സെറ്റ് ഇട്ടില്ല, അത് തേർഡ് സെറ്റാണ്. ഇതിൽ ഫസ്റ്റ് ഞാൻ 25 ഇട്ടിട്ട് അടിച്ച്, പിന്നെ പറ്റാതെ ഇപ്പം 20. എന്നാലും നമ്മൾ മിസ് ചെയ്യണില്ല. മിസ് ഔട്ട് ആക്കാതെ തന്നെ എന്ത് ചെയ്തു, കുറച്ചിട്ട് മൊത്തം സെറ്റ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ 3 സെറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കയ്യൊരു വിധമായിക്കണം ഏകദേശം. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് ഡസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ട് ഡംബെല്ലിൽ ബൈസെപ്പ് കേൾ കൊടുക്കാൻ വെച്ചു. നേരത്തെ നമ്മൾ മെഷീനിലാണല്ലോ കൊടുത്തത്. നമുക്ക് ഡംബെല്ലിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ മെല്ലെ അത്യാവശ്യം നല്ല ഇൻറ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അടിക്കാൻ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, 12.5 kg ഫസ്റ്റ് സെറ്റ് തുടങ്ങിയത്. അത് മെല്ലെ അത്യാവശ്യം തന്നെ ഫോക്കസ് ചെയ്ത് നല്ലതിൽ നമ്മളെ ബൈസിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ കിട്ടണ പോലെ നല്ല രീതിയിൽ ഫസ്റ്റ് സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അങ്ങനെ ആ സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത്, തേർഡ് സെറ്റ് തുടങ്ങി. സെക്കൻഡ് സെറ്റ് അടിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്ന ലെങ്ത് ആക്കേണ്ട വെച്ചത്. അങ്ങനെ തേർഡ് സെറ്റിൽ നമ്മൾ എടുത്തത് 50 kg ആണ്. അപ്പോൾ 50 kg അത്യാവശ്യം പാടാണ്, കാരണം മറ്റേതിലും അത്യാവശ്യം ഇൻറ്റൻസിലടിച്ച്, പിന്നെ ഫസ്റ്റ് സെറ്റ് അത്യാവശ്യം ഇൻറ്റൻസൊക്കെ അടിച്ച്. പിന്നെ തേർഡ് സെറ്റിൽ 50 റെപ്പ് തന്നെ കേട്ടോ. 50 റെപ്പ് 15 കിലോയിൽ നമ്മളെന്ത് ചെയ്തു, ആ സെറ്റും ഏകദേശം കുറേ കഷ്ടപ്പെട്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ. പക്ഷെ ലാസ്റ്റ് ചീറ്റ് ചെയ്യണോണ്ട് കുഴപ്പമില്ല, കാരണം മീൻസ് തേർഡ് സെറ്റിൽ ലാസ്റ്റ് റെപ്പൊക്കെ ചീറ്റ് ചെയ്യണോണ്ട് ഒരു വിഷയമില്ല. പക്ഷെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആ വർക്കൗട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ പോകാൻ വെച്ച്. അങ്ങനെ നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റിൽ എന്ത് ചെയ്തു, 12.5 kg നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ 3 സെറ്റും കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ചെയ്തു നെക്സ്റ്റ് വർക്കൗട്ട്. ഇതേപോലെ തന്നെ 3 സെറ്റ് 50 റെപ്പിൽ സൈഡ് മസിൽസിന് വേണ്ടിയിട്ട് അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 10 kg യൂസ് ചെയ്തിട്ടാണ് 3 സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ അതും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ 3 സെറ്റിലും 10 kg യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പോയത് എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് ബാർ കേബിൾ കേളാണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്തത്. മറ്റേത് എന്ത് ചെയ്തു, മീൻസ് വലിയ ബാർ യൂസ് ചെയ്യണില്ല, ഞാൻ മെഷീനെ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേത് പറയുമ്പോൾ ആട്ടം വരുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ആട്ടമില്ലാതെ കറക്റ്റ് ബൈസിൽ മാത്രം ഫോക്കസ് ചെയ്താണ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്, കേബിളിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ കേബിളിൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു 35, പിന്നെ 40, പിന്നെ 45. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 50 റെപ്പിൽ 3 സെറ്റ്. അങ്ങനെ മീൻസ് വെയിറ്റ് അപ്ഗ്രേഡ് പോയി. മീൻസ് ഇതാകുമ്പോൾ കേബിളാകുമ്പോൾ നമുക്ക് സുഖമാണ്, വെയിറ്റ് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്ത് അതിനനുസരിച്ച് കുറക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വർക്കൗട്ട് കോൺസെൻട്രേഷൻ കൊടുക്കാനാണ് പോയത്. ഇത് ഞാൻ ചെയ്ത് 3 ഡംബിൾസ് എടുത്തിട്ടുണ്ടാകുന്നത്, 10 kg, പിന്നെ 7 kg, പിന്നെ 5 kg. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 10 റെപ്പ് കഴിയുമ്പോഴും പറ്റുന്നില്ല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ സെറ്റ് അവിടെ നിർത്തുന്നില്ല. അതിന് പകരമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് 10 kg യൂസ് ചെയ്തത്. അപ്പോൾ 10 kg യൂസ് ചെയ്ത് 10 റെപ്പ് കഴിയുമ്പോഴേക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാൻസൽ ഔട്ട് ചെയ്യാതെ തന്നെ ചെയ്തു. അപ്പുറത്ത് 7 kg ഉണ്ട്, എടുത്തിട്ട് ആ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ടും പറ്റുന്നില്ല, അപ്പുറത്ത് 5 kg ഉണ്ട്. അങ്ങനെ വെയിറ്റ് കുറച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സെറ്റ് 50 റെപ്പിൽ ആ റെപ്പ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. കാരണം അത്ര ഇൻറ്റൻസായി കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഗ്രോത്തും അതിനനുസരിച്ചുള്ള റിസൾട്ടും വരുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കണോ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാവും നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഇന്നത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കി. ബട്ട് എന്തെങ്കിലും ഫാറ്റ് കൂടിയിട്ടുണ്ട്. കാരണം പറയുമ്പോൾ വീട്ടിൽ അത്യാവശ്യം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാരണം അടിച്ച് കഴിച്ചിട്ടുണ്ട്. കാരണം നോമ്പ് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും, ജിമ്മ് സ്കിപ്പ് ചെയ്യും, പിന്നെ ഹോം വർക്കൗട്ട് ആവും. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ബാക്കി 4 റൗണ്ട്സിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ബാക്കി എല്ലാ വീഡിയോസും ബോഡി ഫാറ്റിൻ്റെയും പിന്നെ ഹോം വർക്കും ആഡ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരും. ഓക്കെ, ബൈ.